ഒത്തിരി സ്ഥലത്ത് ചികിത്സിച്ച് മാറൂല എന്നുള്ള അവസ്ഥയിൽ വന്ന രോഗമാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ രോഗമാണ്. കിടന്നോടത്തുനിന്ന് ഞാൻ പൊക്കി എണീപ്പിക്കണമായിരുന്നു ഇരിക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് അവൻ കൈ കുത്തി തന്നെ എഴുന്നേറ്റാൻ തുടങ്ങി. മാറ്റണ്ടായി. അവൻ അതായത് ഞാനിപ്പോ പിടിക്കാതെ തന്നെ എഴുന്നേക്കാൻ തുടങ്ങി. അത് മാത്രമല്ല കൈ കുത്തിയിട്ട് ഒരുപാട് മറ്റുള്ള ചികിത്സകളും ആയുർവേദം മറ്റെല്ലാ ചികിത്സകളും ചെയ്ത് മനസ്സും അടുത്തു ഇനി മാറൂല എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. അതുകൊണ്ട് ഒരു ചികിത്സയും വേണ്ടാന്ന് വിചാരിച്ചിരുന്നാണ്. ഫേസ് എക്സ്പ്രഷൻ വരെ വന്നു തുടങ്ങിയെന്ന്. ആദ്യമേ ചിരിക്കൊന്നും കാണൂലാർന്ന്. നിങ്ങൾ പാർക്കിൻസൺ രോഗികളെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. പലതരം തെറാപ്പികൾ സംയോജിപ്പിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് ഓരോ രോഗിക്ക് ആവശ്യമായിട്ടുള്ള തെറാപ്പികളാണ് നമുക്ക് കൊടുക്കുന്നത്. എല്ലാവരും മരുന്നില്ലാതെ തന്നെയാണ്. അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇതിൽ നിന്ന് ഉണ്ടാവില്ല ആർക്കും. അപ്പോൾ ഇത്രയും വർഷത്തെ ഈ എക്സ്പീരിയൻസിനിടയിൽ മറക്കാനാകാത്ത സംഭവങ്ങൾ ഉറപ്പായും ഉണ്ടായിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു സംഭവം പറയാമോ? ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ ഈ ഫീൽഡിലേക്ക് നിലനിർത്തുന്നത് തന്നെ രോഗികളുടെ വന്നിട്ട് അവർക്ക് ആശ്വാസം കിട്ടിക്കഴിയുമ്പോൾ അവരൊരു പ്രാർത്ഥനയും അവരൊരു സന്തോഷ വാക്കുമാണ്. ഇവിടെ വന്ന എല്ലാ കേസിനും ദൈവം ആശ്വാസം കൊടുത്തിട്ടുണ്ട്. ചില കേസ് ഇപ്പൊ ദൈവം മാറൂല എന്ന് വിചാരിച്ചത് ചിലപ്പോ മാറിയുണ്ടാവില്ല. പക്ഷെ എല്ലാ കേസിനും ദൈവം ആശ്വാസം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആശ്വാസം കൊടുക്കുമ്പോൾ അവരൊരു വാക്കുകൾക്ക് വളരെ നമ്മുടെ ഉള്ളിൽ വളരെ സന്തോഷവും അതുപോലെ തന്നെ ദൈവത്തിനോടുള്ള നമുക്ക് അടുപ്പവും കൂടി കിട്ടും. കാരണം നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈപ്പിൽ ചിലപ്പോൾ അലോപ്പതിയോ മറ്റുള്ള ചികിത്സാ രീതിയെ ഒഴിഞ്ഞ കേസുകൾക്കായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. നമുക്ക് തന്നെ ചിലപ്പോൾ അത്ഭുതം തോന്നിയിരിക്കും. നമ്മൾ മറ്റു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യണ പോലെ തന്നെയായിരിക്കും ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തത്. പക്ഷെ ചില കേസുകൾക്ക് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് വരാറുണ്ട്. ഇപ്പൊ ചോദിച്ചോളാം. ഇവിടെ സ്റ്റേ ചെയ്തുള്ള ചികിത്സകളൊക്കെ ഉണ്ടോ? ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. കാരണം ദൂര സ്ഥലത്തു നിന്ന് വന്നവർക്ക് ചികിത്സിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അവർക്കൊരു സ്റ്റേ ചെയ്യാൻ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ മേളിൽ താമസിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൈക്കും കാലിനും ചലനങ്ങളില്ല. മസിൽസ് തീരെ വീക്കാണ്. അത് ഒത്തിരി സ്ഥലത്ത് ചികിത്സിച്ച് മാറൂല എന്നുള്ള അവസ്ഥയിൽ വന്ന രോഗമാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ രോഗമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പൊ 2 ആഴ്ചയായിട്ടുള്ളൂ. ആ കുട്ടിക്ക് ഇപ്പൊ ഇന്ന് അവരുടെ അമ്മ പറഞ്ഞതാണ്, അതായത് കിടന്നോടത്തുനിന്ന് ഞാൻ പൊക്കി എണീപ്പിക്കണമായിരുന്നു ഇരിക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് അവൻ കൈ കുത്തി തന്നെ എഴുന്നേറ്റാൻ തുടങ്ങി. മാറ്റണ്ടായി. അവൻ അതായത് ഞാനിപ്പോ പിടിക്കാതെ തന്നെ എഴുന്നേക്കാൻ തുടങ്ങി. അത് മാത്രമല്ല കൈ കുത്തിയിട്ട് പതുക്കെ മൂവ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർ ഇത്രയും നാളൊരു മറ്റൊരു ചികിത്സയിൽ എടുത്തേക്കാളും കൂടുതൽ റിസൾട്ടാണ് അതിൽ കണ്ടതെന്നും പറഞ്ഞ അവർ വളരെ ഒരു സന്തോഷം പറഞ്ഞു. ഇതുപോലെ ധാരാളം കേസുകൾ നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഓട്ടോമെൽ ഡിസീസിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഫൈബ്രോമൈൽജിയ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വേദനയായിരിക്കും ആ രോഗികൾക്ക്. ആ രോഗികളുടെ വേദന കുറയുമ്പോൾ അവരൊരു ആശ്വാസം വാക്ക് ഭയങ്കര വലുതാണ്. സന്തോഷം തോന്നുമല്ലേ? സന്തോഷം തോന്നും, വളരെ സന്തോഷം തോന്നും. പിന്നെ ഈ അടുത്ത സമയത്ത് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ഫാമിലി, അപ്പൊ ആ വൈഫിന് ചെറിയ നടുവേദനയും കഴുത്തുവേദനയൊക്കെ ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അതൊരു 3-4 സിറ്റിംഗ് കൊണ്ട് മാറി. അപ്പൊ അവര് പറഞ്ഞു എന്റെ ഹസ്ബൻഡിനെ ഒന്ന് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഹസ്ബൻഡിന് ഇതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ ഭാര്യ പോയിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, അതെ നമുക്കൊന്ന് കാൽമ തിരുമ്പി ഒന്ന് റിലാക്സ് ചെയ്യാനാണ്, നമുക്കൊന്ന് വരെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ കൂട്ടി ഇവിടെ വന്നപ്പോ ആദ്യത്തെ ദിവസം തന്നെ ആ റാമ്പിക്കൂടെ ഒക്കെ പിടിച്ചാണ് വൈഫ് കൊണ്ടുവന്നത്. ഒരു 3 ദിവസത്തെ തെറാപ്പി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം സ്വന്തമായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പാർക്കിൻസൺസ് ആണ്. അപ്പൊ ഇദ്ദേഹം ഒരുപാട് മറ്റുള്ള ചികിത്സകളും ആയുർവേദം മറ്റെല്ലാ ചികിത്സകളും ചെയ്ത് മനസ്സും അടുത്തു ഇനി മാറൂല എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. അതുകൊണ്ട് ഒരു ചികിത്സയും വേണ്ടാന്ന് വിചാരിച്ചിരുന്നാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ടായി. അദ്ദേഹം അമേരിക്കയിലാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ഇവര് പറഞ്ഞ അറിവ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അവിടെ ചെല്ലണവർക്ക് ഒരു ടെസ്റ്റ് ചെയ്തണമല്ലോ. ആ ടെസ്റ്റിന് കോർഡിനേറ്റ് ചെയ്യുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ടീമിലുള്ള ഒരു അംഗം കൂടിയാണ് ഇദ്ദേഹം. അപ്പൊ അലോപ്പതി കൂടുതൽ ഇദ്ദേഹത്തിന് അറിയാം. ഞാൻ പറഞ്ഞ മനസ്സിലായ. പക്ഷെ ഇതിന്റെ റിസൾട്ട് കണ്ടപ്പോ വളരെ അവർക്ക് ആശ്വാസമായി. അത് അവർ കൃത്യമായിട്ട് 2 ആഴ്ച 3 ആഴ്ച ട്രീറ്റ്മെന്റ് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് 6 മാസത്തിന് ശേഷം വീണ്ടും വന്നു.
ഇതിനു വേണ്ടി മാത്രമായിട്ട് അവർ വന്നു. 1 മാസത്തെ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇപ്പൊ വളരെ സുഖമായിട്ട് അദ്ദേഹത്തിന് നടക്കാം. മാത്രമല്ല എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ പറഞ്ഞു ഫേസ് എക്സ്പ്രഷൻ വരെ വന്നു തുടങ്ങിയെന്ന്. ആദ്യമേ ചിരിക്കൊന്നും കാണൂലാർന്ന്. നിങ്ങൾ പാർക്കിൻസൺ രോഗികളെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇത് ഫേസ് എക്സ്പ്രഷൻ വരെ അദ്ദേഹത്തിന് വന്നു. അത് പൂർണ്ണമായിട്ട് അദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ മിനിഞ്ഞാന്നും കൂടി എനിക്ക് അദ്ദേഹത്തിന്റെ കോള് വന്നാണ് അമേരിക്കയിൽ നിന്ന്. സന്തോഷം പ്രകടിപ്പിക്കാൻ. ഇപ്പൊ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ കൂട്ടുകാരൊക്കെ ഇപ്പൊ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞത്. അതെ. അപ്പൊ ഇതുപോലെ ഒത്തിരി നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ട്. അതെ. അപ്പോൾ ഇനിയും കുറെ മനുഷ്യരുടെ മുഖത്ത് ചിരി സൃഷ്ടിക്കാൻ സാധിക്കട്ടെ, ഇനിയും ഒരുപാട് മുന്നേറാൻ സാധിക്കട്ടെ. താങ്ക് യു. അപ്പൊ വേറൊന്നുമല്ല, ഇതിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് മരുന്നുകളൊന്നും നമ്മൾ ചെയ്യാതെ തെറാപ്പിയിലൂടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പലതരം തെറാപ്പികൾ സംയോജിപ്പിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് ഓരോ രോഗിക്ക് ആവശ്യമായിട്ടുള്ള തെറാപ്പികളാണ് നമുക്ക് കൊടുക്കുന്നത്. എല്ലാനും മരുന്നില്ലാതെ തന്നെയാണ്. അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇതിൽ നിന്ന് ഉണ്ടാവില്ല. ആർക്കും വന്ന് ഇതൊന്ന് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.